Hello everyone. നമസ്കാരം. സൗമ്യ ആർട്ട് ഓഫ് കുക്കിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ഒരു തട്ടുകട ഐറ്റമാണ് കേട്ടോ. മുട്ട പീസ്. അതായത് കോഴിക്കോട് ഭാഗത്താണ് ഞാനിത് കണ്ടിരിക്കുന്നത്. കോഴിക്കോട് വെച്ചിട്ട് ഞാനത് കഴിച്ചിട്ടുള്ളതും. അപ്പോൾ കോഴിക്കോടൻ സ്റ്റൈൽ മുട്ട പീസ് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രീൻ പീസ് 250 ഗ്രാം, അതായത് നമ്മൾ പട്ടാണി എന്ന് പറയില്ലേ, അത് തന്നെയാണ് സംഭവം. എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന ഉണക്ക പട്ടാണിയാണ് കേട്ടോ. മുട്ട 4 എണ്ണം, സവോള 2 മീഡിയം സൈസ് നന്നായിട്ട് കൊത്തിയരിഞ്ഞത്, ഒരു വലിയ തക്കാളി അല്ലെങ്കിൽ 2 ചെറിയ തക്കാളിയോ അല്ലെങ്കിൽ 2 മീഡിയം സൈസ് തക്കാളിയോ ചെറുതായിട്ട് മുറിച്ചത്, ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്നുമില്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഏകദേശം 1 സ്പൂണ്, അതായത് 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചത് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, ഞാനിത് വീട്ടിലുണ്ടാക്കിയ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, അതായത് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. കുറച്ച് കറിവേപ്പിൻ്റെ ഇല. കറിവേപ്പിൻ്റെ ഇല എത്ര ഇട്ടാലും ടേസ്റ്റ് ആണ്, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കറിവേപ്പിൻ്റെ ഇല ചേർക്കാം കേട്ടോ. വെളിച്ചെണ്ണ 2 to 3 ടീസ്പൂൺ. ഇപ്പോൾ വെളിച്ചെണ്ണ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ആവശ്യത്തിന് വെള്ളം, അതായത് പീസ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം വേണം. ഉപ്പ് ആവശ്യത്തിന്. ഇനി പറയുന്ന 2 സാധനങ്ങളും ഓപ്ഷനിലാണ് കേട്ടോ. അതായത് മഞ്ഞപ്പൊടി 1/4 ടീസ്പൂൺ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കളറിന് വേണ്ടിയിട്ട്. അതുപോലെ മുളക് പൊടി ഒരു പിഞ്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ള തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ചേർക്കാം. ഞാനിപ്പോൾ ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഞാൻ 1 കപ്പ് പീസ് ഇന്നലെ രാത്രി കുതിർത്ത് വെച്ചത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഏകദേശം 1 കപ്പ് നമ്മൾ കുതിർന്ന് വരുമ്പോഴേക്ക് ഇത്ര ഉണ്ടാവും. കുതിർത്ത് വെച്ച ആ വെള്ളം തന്നെ ഒഴിക്കേണ്ട. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ യൂസ് ചെയ്യുന്ന ഉണക്ക പീസാണ്. ഇന്നലെ ഞാൻ ഒരു 2-3 പ്രാവശ്യം ആദ്യം നന്നായിട്ട് കഴുകി, അതിനുശേഷം ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ച പീസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുണ്ടോ, ഞാൻ ഇത്ര വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഉപ്പ് ചേർക്കാം, അല്ലെങ്കിൽ ഉപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാനിപ്പോൾ എന്നാലും ഇതിലേക്ക് ഉപ്പ് ചേർക്കണില്ല കേട്ടോ. ഇതിനങ്ങനെ വേവിക്കാൻ ഇടുകയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ച പീസ് ഉണ്ടല്ലോ, അതും യൂസ് ചെയ്യാം. പച്ച പീസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ നമുക്ക് കുക്കർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. വെറുതെ ഒരു നോൺ സ്റ്റിക്ക് പാനിലോ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയിലോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവാനിട്ടാൽ പെട്ടെന്ന് വെന്ത് കിട്ടും അത്. ഇതിപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള പീസോ അല്ലെങ്കിൽ ഫ്രോസൺ ആയിട്ടുള്ള പീസസ് ഒന്നും കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉണക്ക പീസ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിരിക്കുന്നത് ഉണക്ക പീസ് യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു 4 വിസിൽ വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെന്ത് കിട്ടും. പിന്നെ നിങ്ങൾക്ക് നല്ലോണം മാഷി ആയിട്ടുള്ള മുട്ടയും പീസുമാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒക്കെ ഒരു 6 വിസിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കുഴഞ്ഞു കിട്ടും. പിന്നെ ഒരുപാട് വെള്ളം വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഈ വെള്ളം പിന്നെ യൂസ് ചെയ്യാനുള്ളതാണ്. നമ്മൾ അത് ഊറ്റിക്കളഞ്ഞാൽ അതിലുള്ള പ്രോട്ടീൻസ് ഒക്കെ അങ്ങനെ നഷ്ടപ്പെട്ടു പോകില്ലേ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് വെന്ത് വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് അരിഞ്ഞു വെക്കാം. ഇപ്പൊ 4 വിസിലായി, നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ ഇതിന്റെ സ്റ്റീമൊക്കെ പോയിട്ട് ഒന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് തുറക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. നമുക്കിപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. ആഹാ, നന്നായി വെന്ത് തോന്നുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പം നമുക്കിത് മുട്ടയിലേക്ക് കുറച്ച് ഒഴിക്കാം, മുഴുവൻ ഒഴിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ ചളവായി പോകും. നോക്കാം കേട്ടോ, നമുക്ക് എത്ര ഒഴിക്കാൻ പറ്റും നോക്കാം. ഒരു ചീനച്ചട്ടി വെക്കാം, എന്നിട്ട് നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം. ഞാൻ പീസ് വേവണ സമയം കൊണ്ട് ഞാൻ അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ നുറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാക്കിയിട്ട്. നമുക്കിത് ഉണ്ടാക്കാനായിട്ട്, ഇത് തട്ടുകട സ്റ്റൈലല്ലേ, അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ച് ഉണ്ടാക്കില്ല.
കാരണം അവർക്ക് മുതലാവണ്ടേ. അവർ ഈ പറഞ്ഞ പോലെ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. തട്ടുകട വെല്ലുന്ന ടേസ്റ്റാണ്. ഇത് കോഴിക്കോട് പോയപ്പോൾ ഒരിക്കൽ കഴിച്ച ഓർമ്മയുണ്ട് എനിക്ക്, അത് മറക്കാൻ പറ്റില്ല. നമുക്കിതിനായിട്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോഴാണ് ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചോളൂ, കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഞാനിത് 2 സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഫ്ലെയിം ലേശം കുറയ്ക്കട്ടെ. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചത്, അതുപോലെ ഒരു 10 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി അല്ലിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക്. പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം, എരിവിൻ്റെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇതൊന്ന് വഴണ്ട് വരട്ടെ. ഇതിലേക്ക് ഞാൻ 2 കൊത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. സത്യം പറയട്ടെ, ഇപ്പോൾ ഇതിൽ മുട്ടയും പീസൊന്നും ഇട്ടില്ലെങ്കിലും വെറുതെ ലേശം ഉപ്പിട്ടിട്ടുണ്ടെങ്കിലും ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ ഒരു നല്ല പ്ലീസിങ് ആയിട്ടുള്ള മണമാണ് വരുന്നത്. ഇത് രക്ഷയില്ല. വെളുത്തുള്ളിയും ഇഞ്ചിയും, സത്യം പറഞ്ഞാൽ ഇഞ്ചിയുടെ മണമാണ് കുറച്ചും കൂടെ ഒക്കെ മുന്നിൽ നിൽക്കണം കേട്ടോ. ഇതിലേക്ക് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, തട്ടുകടയുടെ അതേ ടേസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യണ്ട, നിങ്ങൾ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ പീസിൽ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ അതും കൂടെ കണക്കിലെടുത്തിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ. ഉപ്പ് ആവശ്യത്തിന്. നന്നായിട്ടൊന്നും എല്ലാം മിക്സായി വരട്ടെ കേട്ടോ. അതൊരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ലേശം ഒന്ന് കുഴഞ്ഞ് കിട്ടിയ ശേഷം നമുക്ക് അടുത്ത പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല ഗംഭീരമായിട്ടുള്ള മണം വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, ഇതൊരു സൈഡിലേക്ക് ആക്കാം. ഞാൻ ഫ്ലെയിമൊക്കെ ചുരുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് സൈഡിലേക്ക് ആക്കാം. എന്നിട്ട് ഒരു 4 മുട്ട ഒട്ടിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനിങ്ങനെ ചിക്കി കൊടുക്കാം. ഈ മുട്ടയിലേക്കുള്ള ലേശം ഉപ്പുണ്ടല്ലോ, അത് ഈ മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. കരിയാതെ സൂക്ഷിക്കണം. ഒരുപാട് വലിയ വലിയ കട്ടകളായിട്ട് കിടക്കാത്ത രീതിയിൽ ചിക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മളിപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അങ്ങനെ ചിക്കി എടുക്കുന്നെങ്കിലുണ്ടല്ലോ, നമുക്കതിനെ ഒരുപാട് വലിയ വലിയ കട്ടിയായിട്ട് കിട്ടില്ല. നമുക്ക് അത്യാവശ്യം ചെറിയ 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 സ്ക്രാമ്പിൾസ് ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മഞ്ഞപ്പൊടി വേണ്ടവർക്ക് മഞ്ഞപ്പൊടി ഇടാം കേട്ടോ. ഞാൻ പക്ഷെ മഞ്ഞപ്പൊടി ഒന്നും ഇട്ടില്ല. ഇനി ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ നോക്കിയപ്പോൾ കുറച്ചേ ഉള്ളൂ, ഒരു കയ്യിൽ ഒക്കെ വരുന്ന രീതിയിൽ വെള്ളമുള്ളൂ. അപ്പോൾ അത് ശരിക്കും ഇതൊന്ന് ബൈൻഡ് ചെയ്ത് കിട്ടാൻ നല്ലതാണ്. ഇതുണ്ട്, കുറച്ച് വെള്ളമേ ഉള്ളൂ. നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും ഇത് കറക്റ്റ് ആവും. അല്ലെങ്കിൽ ഒരു ലേശം മഞ്ഞപ്പൊടി ഇടണോ? കളറുണ്ടോ? മതിയില്ല, ഇത്ര കളറൊക്കെ മതിയില്ലേ, മഞ്ഞപ്പൊടി വേണ്ട. അപ്പോൾ കുറച്ച് മഞ്ഞ കളറിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇതിൽ മഞ്ഞപ്പൊടി ചേർക്കുക. ഓക്കെ,
ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ലേശം കൂട്ടി ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഇതിൽ ഉപ്പ് കുറവുണ്ടോ ഒക്കെ നോക്കണമല്ലോ. നല്ല ചൂടുണ്ട്. ശരിക്കും അന്ന് ഞാൻ കഴിച്ച എനിക്ക് അതേ ടേസ്റ്റിന് കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്. അപ്പം ഞാൻ ചുമ്മാ പറയണാണോ അത് ശരിക്കും പറയുന്നതാണോ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ മുട്ടയും പീസും റെഡിയായി. ചിലർക്ക് ഇതിനെ കുഴഞ്ഞിട്ടായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പീസൊക്കെ വേവുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഒരുപാട് നേരം വെച്ചത് കരിഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾക്ക് എണ്ണ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് വേണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് വരും. അതുപോലെ ഒന്നുമില്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി. അപ്പോൾ ചില ഭാഗങ്ങളിലൊന്നും തക്കാളി യൂസ് ചെയ്യാറില്ല, ചില ഭാഗങ്ങളിൽ തക്കാളി യൂസ് ചെയ്യാറുണ്ട്. തട്ടുകടയിൽ തന്നെ പല സ്റ്റൈലാണല്ലോ. അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി. ഞാൻ ഇങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് കഴിച്ചപ്പോൾ അവർ അവിടെ ഗരം മസാലപ്പൊടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഗരം മസാലയുടെ ഫ്ലേവർ പൊതുവെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗരം മസാല ഇട്ടത്. ഫസ്റ്റ് ടൈം കഴിച്ചപ്പോൾ ഗരം മസാല അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് സെക്കൻഡ് ടൈം കഴിച്ചപ്പോൾ അത് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ല, കാരണം ഗരം മസാല ഇല്ലായിരുന്നു അതിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ സാധനം നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഞാനിപ്പോൾ ഈ പറഞ്ഞില്ലേ ആ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഗരം മസാലയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഇനി ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ നമ്മളുടെ ഈ ഡിഷ് റെഡിയായി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയൊക്കെ ഒന്ന് സ്റ്റൈലായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ ഇടാം. പക്ഷേ എനിക്കേതായാലും അത്രയ്ക്കൊന്നും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ എങ്ങനെ പൊട്ടിച്ചിടാറാണ് പതിവ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഈ മല്ലിയിലയും കൂടി ഇട്ടാലാണ് ശരിക്കും നല്ലൊരു ഫ്ലേവർ വരുന്നത്. 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഈ മല്ലിയിലയുടെ ഫ്ലേവർ നന്നായിട്ടൊന്ന് ഇറങ്ങും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുന്നതായിരിക്കും. അതുപോലെ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 3000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നോ ചാനൽ നിർത്തി പോയേനെ. അപ്പോൾ ഈ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ അതിന് ഒരുപാട് നന്ദി കേട്ടോ. നാളെ ഒരു പുതിയ ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിനെ ബൈ, ടേക്ക് കെയർ. നിങ്ങൾക്കായിട്ട് സ്നേഹപൂർവ്വം ഞാൻ സെർവ് ചെയ്യുന്നു.